ഓക്കെ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ ക്യൂബ്. ആർ സ്ക്വയർ ടു ആർ ക്യൂബ് ആണ്. ടി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് ആണ്. എ ഈക്വൽ ടു 5 - 3 1 1 1 -1 ഇങ്ങനെയാണ് വരിക. ഫൈൻഡ് കേർണൽ ഓഫ് ടി, നള്ളിറ്റി ഓഫ് ടി, റേഞ്ച് ഓഫ് ടി, റാങ്ക് ഓഫ് ടി ഇങ്ങനെയായിരുന്നു വന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറെയും ചോദിക്കാം, ബേസിസ് ഫോർ നൾ സ്പേസ് ഓഫ് ടി. ഈ നൾ സ്പേസിലെ ബേസിസിൻ്റെ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ആണ് നള്ളിറ്റി ഓഫ് ടി. പിന്നെ ബേസിസ് ഫോർ റേഞ്ച് ഓഫ് ടി, ഈ റേഞ്ച് ഓഫ് ടിയുടെ ബേസിസിൻ്റെ നമ്പേഴ്സാണ്, വെക്റ്റേഴ്സിൻ്റെ നമ്പറാണ് റാങ്ക് ഓഫ് ടി. ആൾസോ വെരിഫൈ ദാറ്റ് റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ സ്ക്വയർ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം കാണുന്നത് കേർണൽ ഓഫ് ടി ആണ്. കേർണൽ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി എക്സ് ഈക്വൽ ടു എ എക്സ് അല്ലേ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എ എക്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കേർണലിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർണലിലെ വെക്റ്റേഴ്സിൻ്റെ ഇമേജ് എപ്പോഴും 0 ആയിരിക്കും വരിക. ഈ 0 എന്ന് പറയുന്നത് 0 0 0 എന്ന് 3 എഴുതാൻ കാരണം എന്താണ്? ഇമേജ് വരുന്നത് ആർ ക്യൂബിലാണ്. ആർ ക്യൂബിലായതുകൊണ്ടാണ് നമ്മൾ 0 0 0 വരിക. അപ്പോൾ നമ്മളിവിടെ ഇതിലെ എക്സ് വൈയുടെ വാല്യൂസാണ് കാണുന്നത്. ഇപ്പോൾ അതായത് ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഇമേജ് 0 ആയിരിക്കും. അങ്ങനെയുള്ള എക്സ് വൈ വേരിയബിൾസിൻ്റെ വാല്യൂസാണ് കാണുന്നത്. അപ്പോൾ ഈ മെട്രിക്സ് വെച്ച് എക്സ് വൈനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡാണ് ചെയ്യണത്. 5 - 3 0 1 1 0 1 -1 0. ഇത് ചെയ്ത് കഴിയുമ്പം ഒരു റോ 0 ആയി പോവും. ലാസ്റ്റ് 5 നമ്മളിവിടെ 1 0 0 ഇത് ഫസ്റ്റ് ഡയഗണൽ എലമെൻ്റ് താഴെയുള്ളത് 0 ആക്കി, സെക്കൻഡ് ഡയഗണൽ എലമെൻ്റ് താഴെയുള്ളത് 0 ആക്കി. ഇക്വേഷൻ ഫോം ചെയ്യുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു വാല്യൂ x0 0 മാത്രമേ ഇമേജ് 0 0 ഉള്ളൂ. ഇത് ഒറ്റ ഇക്വേഷനേ ഉള്ളെങ്കിൽ നമ്മൾ ടി ഒക്കെ കൊടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ടിക്ക് ഓരോ വാല്യൂ എടുക്കുമ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടാവും. അതിന് ഇമേജായിട്ട് എടുക്കും. ഓക്കെ, അത് വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആകെ 0 0 ഉള്ളൂ. കേർണൽ ഓഫ് ടി ഈക്വൽ ടു 0 0. അപ്പോൾ അതിൻ്റെ നള്ളിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇതിന് ബേസിസ് വേറെ ഇല്ല. ഇത് നള്ളിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ബേസിസിൽ എലമെൻറ്റ്സ് ഇല്ല. ഇനി അടുത്തത് നമ്മൾ റേഞ്ച് ഓഫ് ടി ആണ് കാണാം. റേഞ്ച് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എക്സ് വൈൻ്റെ ഇമേജസ് വരുന്നത് ഏതാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ബേസിസാണ് കാണേണ്ടത്. റേഞ്ച് ഓഫ് ടിയുടെ ബേസിസാണ് കാണേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ ഈ ഭാഗമില്ലേ 5 - 3 1 1 1 -1നെ റോ എക്കലൻ ഫോമിലേക്ക് ആക്കിയില്ലേ, അത് നേരെ എടുത്തെഴുതാം. 5 - 3 1 1 1 -1 അല്ല 0 0 കഴിഞ്ഞിട്ട് ബാക്കി എഴുതാം. ഇതിൽ പിവറ്റ് എലമെൻറ്റ് ഫസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് നോക്കുക 1 0 കിട്ടി. അടുത്ത സെക്കൻഡ് ഡയഗണൽ എലമെൻറ്റ് നോക്കുക, ഇതാണ് വന്നത്. ഫസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് ഇത്, സെക്കൻഡ് ഇത്. അപ്പോൾ ഈ രണ്ട് കോളവും ഇതിൽ നിന്ന് എടുത്ത് എഴുതാം. ഇത് രണ്ടേ ഉള്ളൂ. ഇത് കുറേ മെട്രിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളത് ഏതൊക്കെയാണ് എടുത്ത് എഴുതേണ്ടതെന്ന്. ഇതിപ്പോൾ 2 എണ്ണം 5 1 1 -3 1 1 1 ഇത് രണ്ടും എടുത്തു. ഇത് രണ്ടും എന്ത് തന്നെയാണ്? റേഞ്ച് ഓഫ് ടിയുടെ ബേസിസ് ആണ്. ഇത് ഫുൾ 0 ആയി പോയിരുന്നെങ്കിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഫസ്റ്റ് ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴെയുള്ളത് 0 ആയി, സെക്കൻഡ് ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴെയുള്ളത് 0 ആയി. ഇനി വേറെ ഫുൾ 0 ഒരെണ്ണം കൂടി ഉണ്ട്, അത് 0 ആണെങ്കിൽ ഇത് രണ്ടുമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴെ ഒരു ഡയഗണൽ എലമെൻറ്റ് നോൺ സീറോ ഡയഗണൽ എലമെൻറ്റ് അതിൻ്റെ താഴെ 0, വേറൊരു നോൺ സീറോ ഡയഗണൽ എലമെൻറ്റ് അതിൻ്റെ താഴെ 0. ഇത് രണ്ടും അങ്ങനെ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും റേഞ്ച് ഓഫ് ടിയുടെ ബേസിസാണ്. 5 1 1 -3 1 -1. ഇതെടുത്ത് എഴുതരുത് കേട്ടോ, ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതാം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ 2 എലമെൻ്റ് ഉണ്ട്. അത് റാങ്ക് ഓഫ് ടി ഈക്വൽ ടു 2 കിട്ടി. ഇനി വേറെ ഒരു സമ്മുണ്ട്, റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 0 = 2 വരും. അത് ഡയമെൻഷൻ തന്നെയാണ്. ഡയമെൻഷൻ ഓഫ് ആർ സ്ക്വയർ എന്താണ്? 2 അല്ലേ.